നമ്മളെല്ലാവരും ഈ ബൃഹത്തായ സൃഷ്ടി നാടകത്തിലെ അഭിനേതാക്കളാണ്. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന ആക്ടറെ സംബന്ധിച്ചിടത്തോളം താൻ അഭിനയിക്കുന്ന നാടകത്തിന്റെ കഥ എന്താണ്, അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഇതിന്റെ രചയിതാവ് ആരാണ്, ഈ നാടകത്തിന്റെ ഡ്യൂറേഷൻ എത്രയാണ്, ഇതിന്റെ സംവിധായകൻ ആരാണ്, ഇതിലെ മെയിൻ ആക്ടർ ആരാണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനേക്കാൾ ഉപരി ഈ നാടകത്തിൽ എൻ്റെ റോൾ എന്താണ്, അതാണ് മസ്റ്റ്. കാരണം ഓരോ നടന്മാരും അവരവരുടെ റോളാണ് കൂടുതൽ വിദഗ്ധമായി കൈകാര്യം ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ റോള് നോക്കി ഒരു കാഴ്ചക്കാരനെ പോലെ നിന്നാൽ എനിക്കൊരിക്കലും ഈ നാടകത്തിലെ നല്ലൊരു നടനാകാൻ സാധ്യമല്ല. അങ്ങനെ വേണമെങ്കിൽ ഞാൻ ഗാലറിയിൽ ഇരിക്കേണ്ടി വരും, ഞാൻ സ്റ്റേജിലാവില്ല. കാണികൾ ഗാലറി ഇരിക്കും, ആക്ടേഴ്സ് സ്റ്റേജിൽ നിൽക്കും. കാണികളെ ആരും നോക്കാറില്ല, പക്ഷേ ആക്ടേഴ്സിനെ എല്ലാവരും കാണും. അവരുടെ ഓരോ ചലനങ്ങളും മറ്റുള്ളവർ വീക്ഷിക്കും, അവരെ എൻകറേജ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും, കൈയടിക്കും. അതിനൊക്കെ യോഗ്യമായ പ്രാക്ടീസോടുകൂടി നമ്മൾ നല്ലതുപോലെ അഭിനയിച്ചാൽ, അതേപോലെ നമ്മളുടെ ഈ ജീവിതത്തിലും എല്ലാവരിൽ നിന്നും നല്ല കയ്യടി വാങ്ങത്തക്ക രീതിയിൽ, വളരെ നല്ല രീതിയിൽ ഈ നാടകം അഭിനയിച്ച് എൻ്റെ കഥാപാത്രത്തെ ദ ബെസ്റ്റ് ആക്ടർ ആക്കി തീർക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്വയം ഭഗവാൻ പറയുന്നു, ഈ സൃഷ്ടി നാടകത്തിലെ ഏതൊരു രഹസ്യമാണ് വളരെ കൂടുതലായി ചിന്തനീയ യോഗ്യമായിട്ടുള്ളത്. ചിന്തിച്ചേ പറ്റൂ. അതിനെ ഡോൺ കെയർ ചെയ്തിട്ടോ നെവർ മൈൻഡ് ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല. അത് ചിന്തിക്കേണ്ടതാണ്. എന്താണ് അതിലെ പ്രധാനപ്പെട്ട ചിന്തനീയമായ വിഷയം? അല്ലെ, ഭഗവാൻ പറയുകയാണ്, നിങ്ങൾക്കറിയാം ഈ ഡ്രാമയിൽ നമ്മൾ അഭിനയിക്കുന്ന ഒരു പാർട്ട്, ഒരു രംഗം ഇനി രണ്ടാമത് ആവർത്തിക്കില്ല. സമയം അങ്ങനെയാണല്ലോ, ഓരോ സെക്കൻഡുകളും പുതുമകൾ നിറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഓരോ സെക്കൻഡുകളും. കഴിഞ്ഞത് എന്നേക്കുമായി കഴിഞ്ഞു. ഇനി എൻ്റെ മുൻപിലുള്ളത് ഈ സമയവും വരാൻ പോകുന്ന സമയവുമാണ്. അതൊരിക്കലും പഴയതുപോലെ ആവുകയില്ല. അതായത് റെപ്പറ്റീഷൻ, ആവർത്തനം ഇല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. അതുപോലെ ഈ സൃഷ്ടി നാടകത്തിൽ ഏതെല്ലാം മനുഷ്യർ എന്തെല്ലാം പാർട്ട് അഭിനയിക്കുന്നുവോ അവരെല്ലാവരും ഒന്നിനൊന്ന് വ്യത്യസ്തരാണ്. ഒരേപോലത്തെ പാർട്ടുള്ള രണ്ട് ആക്ടേഴ്സ് ഇല്ല. അതായത് എന്നെപ്പോലെ ഈ സൃഷ്ടി നാടകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ വേറൊരാളില്ല, ഞാൻ മാത്രം. അതുകൊണ്ട് ഈ നാടകത്തിൽ ഞാൻ ആരാണ്? യുണീക്ക് ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് പറയാറുള്ളത്, ഈ സൃഷ്ടിയിലെ ഒരാളുമായും നമ്മളെ കമ്പയർ ചെയ്യരുത്. അങ്ങനെ കമ്പയർ ചെയ്താൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഏതൊക്കെയോ കോംപ്ലക്സുകൾക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരും. നമ്മുടെ ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. ഒരു സ്വസ്ഥതയോ സമാധാനമോ നമുക്കുണ്ടാവില്ല. ഈ കോംപ്ലക്സുകൾ പിന്നെ പതുക്കെ പതുക്കെ നമ്മളിൽ അസൂയ, വെറുപ്പ്, കുശുമ്പ്, ദേഷ്യം ഇത്യാദി നകാരാത്മക പ്രവണതകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ കാരണമാകും. അത് തുടർന്ന് നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രയെ കാര്യമായി സ്വാധീനിക്കുകയും ചെയ്യും. ഇപ്പൊ ലോകത്തിൽ നിന്നൊക്കെ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൃഷ്ടി നാടകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പറയാറുണ്ട്, 4 രംഗങ്ങളുള്ള നാടകം. സത്യുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പൊ സത്യുഗം കഴിഞ്ഞു, ത്രേതായുഗം വന്നു, അതിനുശേഷം ദ്വാപരയുഗം വരുന്നു. അർത്ഥം എന്താണ്? ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ ആക്ടിവിറ്റീസും മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ
നമ്മളിൽ എന്തെല്ലാം തരത്തിലുള്ള ആക്ട് റെക്കോർഡഡ് ആണോ അതൊരിക്കലും നമ്മളിൽ നിന്നും മാറ്റാനും കഴിയില്ല. ഒരു നടന്റെ ഉള്ളിൽ ഓൾറെഡി അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഏതൊക്കെ രംഗത്താണ് ഞാൻ വരേണ്ടത്, ഏതൊക്കെ ഡയലോഗാണ് ഞാൻ പറയേണ്ടത്, ഏത് പാട്ടാണ് പാടേണ്ടത്, ഏത് സ്റ്റെപ്പ് വെച്ചാണ് നൃത്തം ചെയ്യേണ്ടത്, ഇതെല്ലാം പഠിച്ചിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത്. അതേപോലെ ഈ സൃഷ്ടി നാടകത്തിൽ അഭിനയിക്കുന്ന ആത്മാക്കളായ നമ്മളിൽ ഓരോരുത്തരിലും അനാദിയായി തന്നെ ഒരു പാർട്ട് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. നമ്മളതിനെ തലയിലെടുത്തൊക്കെ പറയും എളുപ്പത്തില്. ആ ഫിക്സ്ഡ് ആയ പാർട്ട് എന്താണോ അത് ഞാൻ എന്റെ റോൾ ഞാൻ പ്ലേ ചെയ്യുന്നു. എന്നിൽ നിന്നും ആ റോൾ എടുത്തു മാറ്റാൻ ആർക്കും സാധ്യമല്ല. വേറൊരാളുടെ റോൾ ഏറ്റെടുക്കാനും എനിക്ക് സാധ്യമല്ല. ഈ ഒരു കാര്യം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ നാടകത്തിൽ, ഈ ഡ്രാമയിൽ ഞാനും സെക്കൻഡ് ബൈ സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെ മാറണം എന്നുള്ളത് ഓൾറെഡി ഫിക്സ്ഡ് ചെയ്യപ്പെട്ടതാണ്. ആ ഫിക്സ്ഡ് ചെയ്തതെന്തോ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് ഒരു കാര്യത്തെ പ്രതിയും നമ്മൾ എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോയി നമ്മളെ അസ്വസ്ഥപ്പെടുത്താതെ, എനിക്ക് കിട്ടിയ ഈ റോൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതെ ഏറ്റവും ഭംഗിയായി, നന്നായി, തന്മയത്വത്തോടുകൂടി അഭിനയിച്ചു, എന്നിട്ട് ബെസ്റ്റ് ആക്ടർ എന്ന അവാർഡ് നമ്മൾ കരസ്ഥമാക്കണം. ആ അവാർഡാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഓം ശാന്തി.